കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട്. അവർ പലപ്പോഴും മറ്റുള്ളവരുടെ കള്ളം കണ്ടുപിടിക്കും, പക്ഷെ ചിലപ്പോൾ സ്വന്തം വികാരങ്ങൾ അവരെ തന്നെ ചതിക്കും. ജൂലൈ മാസത്തിൽ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു തീരുമാനം വരാം. ആ തീരുമാനം അവരുടെ അടുത്ത് 6 മാസത്തെ ജീവിതം മാറ്റിമറിച്ചേക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു സത്യം കേൾക്കണം. നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ വിജയങ്ങൾ സന്തോഷിക്കുന്നില്ല. കാർത്തിക നക്ഷത്രത്തിന്റെ അധിപതി സൂര്യനാണെന്ന് വൈദിക ശാസ്ത്രം പറയുന്നുണ്ട്. നിങ്ങളുടെ ദേവത അഗ്നിയാണ്. അതിനാൽ നിങ്ങൾക്ക് ശക്തമായ വ്യക്തിത്വം ഉണ്ടാവും, ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ്, സത്യം നേരിട്ട് പറയുന്ന സ്വഭാവം, നേതൃത്വ ഗുണം, അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്കുണ്ടാവും. ഉയർന്ന നിലവാരം ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം, എപ്പോഴും ലക്ഷറി ആയിട്ട് ജീവിക്കണം നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. അനീതിയെ സഹിക്കാത്ത സ്വഭാവം, ഇതൊക്കെ നിങ്ങളുടെ ക്വാളിറ്റീസ് ആണ്. നിങ്ങൾക്ക് വലിയ പ്രശ്നം കോപമല്ല, നിങ്ങളുടെ നിരാശയാണ്. കാരണം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വളരെ അധികം പ്രതീക്ഷിക്കുന്നു. ഈ പ്രതീക്ഷ തകരുമ്പോഴോ അകലം പാലിക്കും, മിണ്ടാതെയാകും, ബന്ധം അവസാനിപ്പിച്ചേക്കും. കാർത്തിക നക്ഷത്രക്കാരുടെ ഉള്ളിൽ ഭയപ്പെടുന്നത് പരാജയത്തെക്കാൾ അപമാനമാണ്. തങ്ങളെ ബഹുമാനിക്കാത്ത ആളുകൾ, സ്വന്തം കഴിവ് അംഗീകരിക്കപ്പെടാതെ പോകുന്നത്, വിശ്വസിച്ചവരുടെ വഞ്ചന. ജൂൺ മാസത്തിൽ പല കാർത്തിക നക്ഷത്രക്കാരും ജോലിയിൽ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവും. കുടുംബത്തിലെ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടാവും. പണം സമ്പാദിച്ച ആശങ്ക, ഒരു ബന്ധത്തിന് അകലം, ഒരു വലിയ തീരുമാനം മാറ്റിവെക്കലോ ഒക്കെ സംഭവിച്ചിരിക്കാം. ജൂലൈയുടെ തുടക്കത്തിൽ നിങ്ങൾ ചെയ്ത ജോലിക്ക് വേണ്ട അംഗീകാരം കിട്ടുന്നില്ലെന്ന് തോന്നാം. പക്ഷെ മാസം 2ാം പകുതിയിൽ പ്രൊമോഷൻ സംബന്ധിച്ച ചർച്ച, പുതിയ പ്രൊജക്റ്റ്, ലീഡർഷിപ്പ് റോള്, ഇന്റർവ്യൂ ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യതയെക്കുറിച്ച് ജ്യോതിഷ വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട്. ബിസിനസ് ചെയ്യുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം ഏറ്റവും പ്രധാനപ്പെട്ട റെപ്യൂട്ടേഷനാണ്. ഒരു ചെറിയ തെറ്റായ തീരുമാനം പോലും വലിയ നഷ്ടം ഉണ്ടാക്കും. പുതിയ ക്ലയൻറ്റ്, ഓൺലൈൻ ഗ്രോത്ത്, ബ്രാൻഡിങ് ഇംപ്രൂവ്മെൻറ്റ് എന്നിവയ്ക്ക് സാധ്യത. സാമ്പത്തികം നോക്കുകയാണ്, വരുമാനത്തിനെക്കാട്ടിലും സാമ്പത്തിക നിയന്ത്രണം, പണം വരാം, പക്ഷേ ലക്ഷറി ആയിട്ടുള്ള സ്പെൻഡിങ് കൂടും. ചിലർക്ക് പഴയ ലോണ്ടറി പൈസ, അതായത് കടം കൊടുത്ത പൈസയൊക്കെ തിരിച്ച് കിട്ടാം. ചിലർക്ക് വാഹനമോ ഗാഡ്ജറ്റോ വാങ്ങാനുള്ള ആലോചന വരാം, പക്ഷെ ചാടിക്കയറിയിട്ട് അത് വാങ്ങരുത്. കാർത്തിക നക്ഷത്രക്കാരെ സ്നേഹിച്ചാൽ പൂർണ്ണമായി സ്നേഹിക്കും, പക്ഷെ അവർക്ക് ഫേക്ക് ആയിട്ടുള്ള അഫെക്ഷൻ തിരിച്ചറിയാൻ കഴിയും. ജൂലൈയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ സംസാരിച്ചാൽ ക്ലിയർ ആവും, സംസാരിച്ചില്ലെങ്കിൽ അത് വീണ്ടും തുടർന്നു പോയിക്കൊണ്ടിരിക്കും. ഒരാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അപ്പോൾ മനസ്സിലാകും. സിംഗിളായവർക്ക് ശക്തമായ അട്രാക്ഷൻ എന്തായാലും ഉണ്ടാവും. വിവാഹം ആലോചിക്കുന്നവർക്ക് കുടുംബ ചർച്ചകൾ വർദ്ധിക്കുന്നേ ഉള്ളൂ, പക്ഷെ വ്യത്യാസമൊന്നും കാണുകയില്ല. മുമ്പ് തടസ്സപ്പെട്ട കാര്യം വീണ്ടും സജീവമാവും. ചിലർക്ക് അപ്രതീക്ഷിത പ്രപ്പോസലും വരാം. സ്റ്റുഡൻസിന് ജൂലൈ മന്ത് ഒരു കഴിവ് തെളിയിക്കാനുള്ള ഒരു സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാം, സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇൻ്റർവ്യൂസ്, സർട്ടിഫിക്കേഷൻസ് ഇവയിൽ നേട്ടം ലഭിക്കാൻ സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ജൂലൈ മാസം ഒരു പരീക്ഷണമാണ്. ശത്രുക്കളെ തോൽപ്പിക്കുന്ന പരീക്ഷണമല്ല, സ്വന്തം അഹങ്കാരത്തെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള പരീക്ഷണം. ആ പരീക്ഷണത്തിൽ ജയിക്കുന്നവർക്ക് അടുത്ത മാസം വലിയ അവസരങ്ങൾ തുറക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നീ ഭക്ഷണം പാകം ചെയ്യാനും കഴിയും, വീട് വൃത്തിയാക്കാനും നിങ്ങൾക്ക് കഴിയും. കാർത്തിക നക്ഷത്രത്തിൻ്റെ ശക്തി അതുപോലെ തന്നെയാണ്.